ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലാണ്. ബീഹാർ നമ്മളെ കോസി റിവറിൻ്റെ തീരത്താണ് ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം കാണിക്കാനാണ് ഇന്ന് വന്നത്. ഇവിടുത്തെ കൃഷിയിടങ്ങൾ നമുക്കതൊക്കെ നോക്കാം. ഓക്കെ, ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം ജസ്റ്റ് സ്റ്റാർട്ടാകാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ മെയിനായിട്ടൊരു വിളവെടുപ്പിൻ്റെ ടൈമാണ്. മെയിനായിട്ട് ഇവിടെ കൃഷികൾ നടന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ കമ്പം അഥവാ ചോളം എന്ന് പറയുന്ന ചോളത്തിൻ്റെ കൃഷിയാണ്. ഇതായി കാണുന്നതാണ് ചോളം. ഓക്കെ, ഇതിൻ്റെ കൃഷിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നോക്കൂ, കാണാൻ കഴിയും. ഇതൊക്കെ നാളെ വിളവെടുക്കാനുള്ള കമ്പാണ്. ഇത്രയോളം ഏക്കർ കണക്കിന് കമ്പത്തിൻ്റെ ചോളത്തിൻ്റെ കൃഷിയാണ് നടക്കുന്നത്. അതേപോലെ തണ്ണിമത്തൻ, വാട്ടർമെലൺ പറയുന്ന ബത്തക്ക എന്ന് പറയുന്ന തണ്ണിമത്തൻ്റെ കൃഷി ആ പുഴയുടെ അപ്പുറം സൈഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇതിനു മുമ്പ് കാണിച്ചതുപോലെ ധാരാളം കൃഷികൾ ഇപ്പോൾ വിളവെടുപ്പിൻ്റെ ടൈമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം, ഈ ഒരു കോസി റിവർ മൊത്തം കയ്യേറും. ഈ ഒരു ഏരിയ മൊത്തം വെള്ളം പൊങ്ങും. ഈ ഒരു ഏരിയ ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മൊത്തം വെള്ളം കയറിയിട്ട് ഇവിടെ മൊത്തം വെള്ളപ്പൊക്കം നല്ലൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു കൃഷി മൊത്തം വിളവെടുക്കാനുള്ള ശ്രമിക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു ടൈമിൽ ബീഹാറിൽ കൃഷി ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞ ഇനം ഇതാണ്. അതേപോലെ അപ്പുറത്ത് കടുകുണ്ട്, അതേപോലെ മത്തനുണ്ട്. ആ കാണുന്നതാണ് മത്തൻ്റെ കൃഷിയാണ് കാണുന്നത്. അതേപോലെ സൂര്യകാന്തിയുടെ കൃഷിയുണ്ട്. അങ്ങനെ ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഓരോ വിഭാഗത്തിലുള്ള കൃഷിയിടങ്ങളാണ്. സംഭവത്തിൻ്റെ പേര് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ധാരാളം തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്, അതേപോലെ മത്തൻ, കുമ്പളം അങ്ങനെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു മേഖലയിലേക്കാണ്. അതായത് ഈ ഒരു ചോളം കൃഷി ചെയ്യാനാണ് മെയിനായിട്ട് അവർ സമയം കണ്ടെത്തുന്നത്. അതേപോലെ തണ്ണിമത്തൻ്റെ കുറച്ച് ദിവസം മുമ്പ് ധാരാളം ലോഡ് കണക്കിൽ തണ്ണിമത്തനാണ് ഇവിടുന്ന് കയറ്റി പോയത്. ഈ റോഡ് വഴി ധാരാളം തണ്ണിമത്തൻ കയറ്റി പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാൻ കഴിയുന്ന കൃഷിയിടങ്ങളാണ് ഈ കമ്പം, അതേപോലെ തണ്ണിമത്തൻ എന്നീയുള്ള വിഭാഗങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഈ കാണുന്നതാണ് കോസി റിവർ. ഏറ്റവും അതായത് ബീഹാറിന് ദുഃഖം എന്നറിയപ്പെടുന്ന ഒരു നദിയാണ് ഇത് കോസി റിവർ എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു കുറച്ച് കാലം കൂടി ഏറിപ്പോയ ഒരു മാസം, മാക്സിമം ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല പോലെ മഴ പെയ്യും. നേപ്പാൾ ഭാഗത്ത് നല്ല പോലെ മഴ പെയ്താൽ ഈ ഒരു റിവർ അത്യാവശ്യം നല്ല നിലയിൽ ഉയർന്നു, ഇവിടെ വെള്ളം ഉയരും. അതേപോലെ ഈ ഒരു ഏരിയ മൊത്തം വെള്ളത്തിലാവും. അപ്പം ഈ ഒരു ഏരിയ മൊത്തം വെള്ളത്തിലായിട്ട് ഇവിടുത്തെ വാഹന ഗതാഗതം മൊത്തം തടസ്സപ്പെടും. ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം കൃഷി, അവരെ വീടുകൾ എല്ലാ ഭാഗത്തും വെള്ളം കയറും. അപ്പോൾ അവർ വലിയ വീടുകളൊന്നും ഉണ്ടാക്കില്ല, ചെറിയതായി ഈ ഒരു മോഡലുള്ള വീടുകളെ ഉണ്ടാക്കുള്ളൂ. ഇത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഇതേമാതിരിയുള്ള വീടുകളായിരിക്കും അവിടെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് അവിടെ വലിയ വീടുകളൊന്നും വെച്ച് താമസിക്കില്ല. ഈ ഒരു ഏരിയ മൊത്തം വെള്ളം കയറി ഈ ഒരു ദൂരം കാണുന്നില്ലേ, അതാണ്